എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനൊരു സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയാണ്. അതേസമയം ടേസ്റ്റിയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് പറയാറില്ലേ ചേച്ചി ചപ്പാത്തിക്കും പൂരിക്കുള്ള കറികളൊക്കെ കുറച്ചും കൂടെ വേണമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇട്ടുണ്ടായിരുന്ന പനീറിൻ്റെ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൽ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഉള്ള വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കാം. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ മസാല തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഞാൻ നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു വെജിറ്റബിൾ കോലാപ്പൂരിയുടെ ഒക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പാടില്ല. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആയതുകൊണ്ട് മാക്സിമം വെളിച്ചെണ്ണ ഒഴിവാക്കാൻ. നിവൃത്തിയില്ലെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ബട്ടർ താല്പര്യമാണെങ്കിൽ ബട്ടറിൽ ഉണ്ടാക്കാം, ഗീയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 സവാള, ഞാനിപ്പോൾ ഒരു വലിയ സവാള 2 എണ്ണം അത്യാവശ്യം വലുതാക്കി തന്നെ മുറിച്ചത് ഇട്ട് കൊടുക്കണം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് സവാളയുടെ വലിപ്പം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സവാള മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പത്തിൽ ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. 2 സവാള കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഇതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, അതും മുറിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം അരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചതച്ചിടണമെന്നൊന്നുമില്ല, പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് മൊത്തത്തിൽ പെരുംജീരകം ഒരു നുള്ളിനേക്കാളും കുറച്ച് കുറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം പട്ട, അതുപോലെ തന്നെ 2 ഗ്രാമ്പൂ. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഏലക്കായുടെ തൊലി വേണ്ട. ഏലക്കായുടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഫെനുഗ്രീക്ക് ലീവ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഷാൻ എന്ന ബ്രാൻഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരുപാട് ബ്രാൻഡ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ലുലുവിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇതെങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു കുപ്പിയിലിട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കവറോട് കൂടി തന്നെ ഒരു സിപ്പ് ലോക്ക് കവറിൻ്റെ ഉള്ളിലോട്ട് ആക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. പുറത്ത് തന്നെ നമുക്ക് സാധാരണ അടുക്കളയുടെ ഉള്ളിലത്തെ കബോർഡിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ആ കസൂരി മേത്തിയും പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്കയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവല്ലോ. ഇട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ചേച്ചി പറഞ്ഞ എങ്ങനെയാണ്. ഒരുപാട് കൂടാൻ പാടില്ല. ഈ മസാലകളൊക്കെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ വേറൊരു ലെവലിലോട്ട് മാറും ടേസ്റ്റ്. അതായത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറിയ രീതിയിൽ നിങ്ങൾ ഇട്ട് നോക്കൂ, നല്ലൊരു അരോമയായിരിക്കും. അപ്പോൾ എപ്പോഴും അതിൻ്റേതായ അളവിൽ ചേർക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എനിക്ക് ചെറിയ അളവിലാണ് എപ്പോഴും ഇഷ്ടം. അപ്പോഴാണ് നമുക്ക് ആ കറി ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഗരം മസാലയുടെ കുത്തായിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഈ സവാളയും നമ്മൾ ചേർത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഒരുപാട് ബ്രൗൺ ഷെയ്ഡാവാൻ നിൽക്കണ്ട. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് 2 തക്കാളി, അത്യാവശ്യം വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. അധികം പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട് താനും. നമ്മൾ പുളിക്ക് വേണ്ടി വേറെ ഒന്നും ചേർക്കുന്നില്ല, തക്കാളി മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇതങ്ങ് കുക്കായി കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കുന്നത്. ഈ തക്കാളി നന്നായിട്ട് കുക്കാവുന്നവരെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അത്യാവശ്യം ഇത് തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായി മാറണം കേട്ടോ. മാത്രമല്ല ഈ തക്കാളി ഒരുപാട് പുളിയുള്ള തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന തക്കാളി ഒരുപാട് പുളി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കാരണം പുളി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഏകദേശം മതിയാവും. ഇത് ചൂടാറാൻ മാറ്റി വയ്ക്കണം. ചൂടാറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒരു വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല.
ചൂടോടുകൂടി അരയ്ക്കാൻ പാടില്ല എന്നല്ല, ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതായത് മിക്സിയിൽ നമ്മൾ ചൂടോട് കൂടിയിട്ട് ഇത് ഇടുകയാണെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് വെളിയിലോട്ട് അങ്ങ് തെറിച്ച് പോകും. അത് ചുറ്റുപാടാവുകയും ചെയ്യും. മാത്രമല്ല അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ മേലേക്കൊക്കെ ചൂടോട് കൂടിയുള്ള പേസ്റ്റ് മേലെ ആവും, പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഈ മസാലയൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രം അരയ്ക്കുക. പ്രത്യേകിച്ച് അരയ്ക്കുമ്പോഴും വലിയ ജാറിലിട്ട് അരയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുറത്തേക്കൊന്നും പോവാതെ നമുക്ക് മാക്സിമം മസാലയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇതാ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഞാനത് നന്നായിട്ട് അരച്ചിട്ട് വരാം കേട്ടോ. ഇതാ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ അരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത്രയും നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ച് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അഥവാ അരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് മാറ്റി വെച്ചോളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ഒരു 5-6 ഫ്രഷ് ബീൻസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നീളത്തിലങ്ങ് അരിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട്, ഫ്രോസൺ കോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ആണ് നല്ലത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഇതേപോലെ ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ അതിനേക്കാൾ ഏറ്റവും ടേസ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസിനാണ് കേട്ടോ, ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ. അപ്പോൾ ഇത് കുറച്ച് നേരം വെള്ളത്തിലെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോണും പീസും ആണിത്. ഇതിപ്പോൾ ഈ പച്ചക്കറികളെല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ക്യാരറ്റ് എന്തായാലും വേണം. ബീൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് അച്ചിങ്ങപ്പയർ ഉപയോഗിക്കാം. ക്യാപ്സിക്കം വേണമെന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോളിഫ്ലവർ ഉപയോഗിക്കാം, പൊട്ടറ്റോ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അതെല്ലാം കുറച്ച് ഇടാം. അപ്പോൾ 2 ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 ഇട്ടാലും മതി. മനസ്സിലായില്ലേ? എല്ലാം ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ചെയ്യുക. നമ്മളുടെ ഗ്രേവിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലിടുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കും. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെയിം കടായി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. സെയിം കടായിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ഈ മസാലയൊക്കെ വഴറ്റാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 3 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതേപോലെ തന്നെ ഒരല്പം കസൂരി മേത്തി, അല്പം എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു മാത്രം മതി കേട്ടോ. ഇനി കസൂരി മേത്തി കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പരസം വരും കറിക്ക്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കും. ഒരു ചെറിയൊരു അളവിൽ മാത്രം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ആദ്യം ഇട്ട് കൊടുത്തപ്പോഴും ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളേ. അതെപ്പോഴും ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുക പച്ചമുളകിൻ്റെയും കസൂരി മെത്തിയുടെയും. ഇനി തീ കുറയ്ക്കുക. തീ സിമ്മിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികളെന്ന് പറയുമ്പോൾ തീ കുറയ്ക്കുകയോ തീ ഓഫ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് പൊടികളിട്ട് കഴിഞ്ഞ് കരിഞ്ഞു പോകാൻ പാടില്ല. 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 ടീസ്പൂണോളം നല്ല മുളക് പൊടി, അതായത് എരിവുള്ള മുളക് പൊടി. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ. നമുക്ക് ജസ്റ്റ് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. ഞാനിനി ഇതിൽ ഗരം മസാല ഇടുന്നില്ല. കാരണം നമ്മൾ ആദ്യം തന്നെ ഗരം മസാലയുടെ ഐറ്റംസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഗരം മസാലയുടെ ആവശ്യമില്ല. ഞാനിതിൽ ജീരകം ഇട്ടിട്ടില്ല, നല്ല ജീരകം ഞാനിതിൽ ഇട്ടിട്ടില്ല. അതിന് പകരം കുറച്ച് പെരുംജീരകം നമ്മളതിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ അങ്ങ് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇത് ചെറിയ തീയിൽ വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒണിയൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി തീ മീഡിയത്തിൽ വെക്കുക. ഇത് മേലേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൂക്ഷിക്കുക. കുഴിയുള്ള പാത്രത്തിൽ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പൊക്കോട്ടെ. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തൽക്കാലം വെള്ളം ഒഴിക്കേണ്ട. നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കിടന്ന് കുക്കായിക്കോട്ടെ. നമ്മുടെ ഗ്രേവി ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറയില്ല, ഇതിൻ്റെ മുകളിലേക്ക് പൊട്ടിത്തെറിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ചൂടുവെള്ളമാണ്, പച്ചവെള്ളമല്ല. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അതായത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആദ്യം ജസ്റ്റ് കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇതിലേക്ക് ക്രമപ്പെടുത്തിയതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എരിവും ഒക്കെ ഉണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക ഉപ്പിടുമ്പോൾ. ഉപ്പ് പിന്നെ ഇട്ടതിന് ശേഷം കുറയ്ക്കുക എങ്ങനെയാണ് ചേച്ചിന്ന് ചോദിക്കരുത് എൻ്റെ അടുത്ത്, എനിക്കറിയില്ല. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഒരു അല്പം പഞ്ചസാര ഞാൻ എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടി മാത്രം. നിർബന്ധമില്ല. നമ്മൾ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ കഴിക്കുമ്പോൾ ലൈറ്റായിട്ടൊരു മധുരം ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളച്ചതിന് ശേഷം പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഇരിക്കുമ്പോൾ നല്ല കളർ വരുന്നുണ്ടോ? കളർ ചേർക്കാണ്ട് തന്നെ എന്തൊരു നല്ല കളർ വന്നേക്കണമെന്ന് നോക്കൂ. അതാണ് ആ കാശ്മീരി മുളക് പൊടിയുടെ ഗുണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണയൊക്കെ കൂട്ടിയാൽ മതി. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെജിറ്റബിൾസ് മതി, ഓവർ ആവണ്ട. പിള്ളേർക്ക് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എന്നെ ചാടിക്കടിക്കാൻ വരും ഇവിടെ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതേസമയം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഇതാ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. മാത്രമല്ല നമ്മുടെ വെജിറ്റബിൾസ് എത്രമാത്രം കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് അങ്ങനെ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. ഈ ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതായത് ഭയങ്കരമായിട്ട് സോഗിയായിട്ട് മാറാൻ പാടില്ല എന്നർത്ഥം. ഞാൻ നോക്കട്ടെ. ക്യാരറ്റ് എടുത്തിട്ട് മുറിച്ച് നോക്കുമ്പോൾ കുക്കായിട്ടുണ്ട്. അതേസമയം ജസ്റ്റ് ഒന്ന് നല്ലൊരു ക്രഞ്ചി എഫക്റ്റ് ഉണ്ട് താനും. പെർഫെക്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്നുള്ള സംഭവം. ഉപ്പ് കുറവുണ്ട്, കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി എരിവൊക്കെ കറക്റ്റാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഇരിക്കുമ്പോൾ തിക്നെസ് കൂടും ഈ ഗ്രേവിയുടെ. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഇതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് ഈ ഒരു ഗ്രേവിയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ ഇതേ ഒരു ഗ്രേവിയാണല്ലോ കിട്ടുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇത് നിർത്താൻ പോവാണ്. എൻ്റെ വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. അത്ര മതി. അതേസമയം നിങ്ങൾക്ക് നന്നായി കുക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ 2 തരത്തിൽ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ അത്യാവശ്യം ചെറിയൊരു സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ നല്ല റിച്ചായി മാറുകയും ചെയ്യും, ഇതിൻ്റെ എരിവൊന്ന് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു കളർ നമുക്ക് കിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് ഓൾറെഡി തന്നെ നമ്മൾ എല്ലാം അരച്ച് ചേർത്തിരിക്കുന്ന കാരണം ഗ്രേവി നല്ല സ്മൂത്താണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയുടെ ഇലയും അതേപോലെ തന്നെ ഒരു അല്പം കസൂരി മേത്തിയാണ്. കസൂരി മേത്തിയുടെ അല്പം മാത്രം. നല്ല ഫ്ലേവറാണ് കസൂരി മെത്തി ഇടുമ്പോൾ. ഇപ്പോൾ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ഉലുവയുടെ ഇല ഉണക്കിയിട്ട് പൊടിക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യാറില്ല. ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന കാരണം ഞാൻ എപ്പോഴും പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യാറ്. അവസാനമായിട്ട് മല്ലിയുടെ ഇലയും കൂടെ തൂവി കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. എരിവ് കുറച്ചും കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് എനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വീറ്റ്നെസ് കുറവാൻ തോന്നുമെങ്കിൽ അല്പം കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ ഹണി ചേർത്താലും മതിയാവും. തേൻ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഗ്രേവി എല്ലാം റെഡി ആയതിനു ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അല്പം തേൻ ചേർത്ത് കൊടുത്താലും മതിയാവും. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേൻ. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്വീറ്റ്നെസ് ഉണ്ട്, അത്യാവശ്യം എരിവുണ്ട്, അത്യാവശ്യം പുളിയുണ്ട്, എല്ലാം കൂടി കലർന്നുള്ള ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ. അതായത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ കോലാപ്പൂരി ആയിട്ടോ വെജിറ്റബിൾ കടായി ആയിട്ടോ അതിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് വരുന്ന ഒരു കറി. അപ്പോൾ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ഭട്ടൂരയുടെ കൂടെ, ഈവൻ ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വേറെ പാത്രത്തിലോട്ട് പകർത്തിയതാണ്. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇതാണ് അതിൻ്റെ റിയൽ ആയിട്ടുള്ള കൺസിസ്റ്റൻസി. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന കറി മാറി നിൽക്കും ഇതിൻ്റെ മുന്നിൽ. ഇത് പിള്ളേരെ പറ്റിക്കാനുള്ള ബീറ്റ്റൂട്ട് പൂരിയാണേ. അപ്പോൾ അതാണ് എൻ്റെ കോമ്പിനേഷൻ. ഇന്ന് പിള്ളേർ വരുമ്പോഴേക്കിനും പച്ചമണം മാറാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഈസി പീസിയാണ് ഈ കറി. അടിപൊളിയായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അവനവൻ തന്നെ ചെയ്യുന്നു. ചെയ്യുന്നു എന്ന് പറയാവേ. ചെയ്യുന്നു എന്നല്ലേ പറയാ. ആദ്യമായിട്ടല്ലേ നമ്മളിത് എഴുതുന്നത്. ഹായ്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്, അതേസമയം ടേസ്റ്റിയാണ്.